ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനടുത്ത് ആ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാഗി ക്യൂബിൻ്റെ ഒരു ചെറിയ പീസും കൂടി ഇതിലേക്ക് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മാഗി ക്യൂബ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അല്ലെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു അര സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും രണ്ടും കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഞാനിവിടെ ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കന് വേവിച്ച് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കി എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ മിക്സ്ഡ് ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു മസാലയൊക്കെ ഈ ഒരു ചിക്കനിലേക്കൊക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളി വഴച്ചെടുക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ മാഗി ക്യൂബിലൊക്കെ ഉപ്പുണ്ടാവും. പിന്നെ ഈ ഒരു ചിക്കനിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ഉപ്പും കൂടി പോകരുത്. ഇനിയിപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ട് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ഫില്ലിംഗ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലെ ഒരു ഫില്ലിങ്ങിന് സ്മോക്കി ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അതാണ് ഈ ഒരു സ്നാക്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഏകദേശം കുറച്ച് ഓരോ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ആ ഒരു മസാല ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആ ഒരു ഫ്ലേവർ എല്ലായിടത്തും എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് മൈദയും അതിലേക്ക് നുള്ള ഉപ്പ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കട്ടിക്ക് തന്നെ ഈ ഒരു മൈദയുടെ ബാറ്റർ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. ഇനി സമൂസ ഷീറ്റ് എടുക്കുക. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഫില്ലിൽ നിന്ന് കുറച്ച് മാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിങ്ങനെ പ്രസ്സാക്കി എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു അറ്റത്ത് ആ ഒരു മൈദയുടെ മിക്സ് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് ഇതുപോലെ ഒന്നെടുക്കുക. എന്നിട്ട് ആ ഒരു മൈദയുടെ ആ ഒരു മിക്സിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണേ. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഉൾവശത്തൊക്കെ ആ ഒരു മൈദയുടെ മിക്സ് എത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. കോട്ടിങ് കൊടുക്കുക. അപ്പോൾ ഞാൻ പകുതി മാത്രമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അങ്ങനെ അല്ലാതെ ഇതുപോലെ ഒന്ന് കോട്ടിംഗ് ഒക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾവശമൊക്കെ നല്ലോണം കുക്കായി വരുള്ളൂ. ഉൾവശം കുക്കായി വരാൻ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി കുക്കായി വന്നതാണ്. എന്നാലും ആ ഒരു സമൂസ ഷീറ്റ് നമ്മൾ ഒരുപാട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അങ്ങനെ എല്ലാം ഇതാ ഏകദേശം ഒന്നിങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസ് അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്